ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു കപ്പ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് കപ്പ എല്ല് വാങ്ങിച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ ഉള്ള എല്ലും കൂട്ടാണ്. അതുപോലെ തന്നെ പിന്നെ കുക്കറിലേക്ക് ഒരു 3-4 ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ചതച്ച് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലും കൂട്ടിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഞാനല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ ചെറുതായിട്ട് കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് ഇളക്കി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഞാനിത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൽ ഞാനൊരു 1 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടി കുരുമുളക് പൊടി അതുപോലെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി. ഇത് നല്ല സ്പൈസ് വേണ്ടതുകൊണ്ടാണ് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊന്ന് ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് സവാള കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. പൊടികൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ല് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കുമ്പോൾ ഇതിൽ സവാള വളരെ ചെറുതായിട്ട് കുരുകുരുന്ന് അരിഞ്ഞ് ഇതിൻ്റെ മീതെ പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.